തലമുടി എത്ര വെട്ടിയാലും വളരും കേട്ടോ. നല്ല സ്ട്രൈറ്റും തിളക്കത്തോട് കൂടിയിട്ട് മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി വളരാനായിട്ട് ഇതാ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് സ്റ്റോർ ചെയ്തോ, ഒരു മാസം ഇരുന്നാലും കേട് വരത്തില്ല കേട്ടോ. കുട്ടികളുടെയൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും തലമുടിക്ക് നല്ല തിളക്കം കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങനെ ഫ്ലാക്സീഡ് ഉണ്ടാക്കിയെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് സ്കിന്നിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ആൻറ്റി ഏജിങ് ഫേസ് ക്രീമൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യത്തില്ല, അതുപോലെ നമുക്ക് സ്കിന്നിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല, സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും, നമുക്ക് സ്കിന്നിന് നല്ലതാണ്. അപ്പം ശംഖുപുഷ്പം ഉള്ളവർക്ക് ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാം, അതല്ലാത്തവർക്ക് ചെമ്പരത്തിയുടെ പൂ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ശംഖുപുഷ്പം ഇട്ട് ജെല്ലുണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീല കളർ കിട്ടും, ചെമ്പരത്തിയുടെ പൂ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ റെഡ് കളർ കിട്ടുമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തവർ ഫ്ലാക്സീഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 1.5 സ്പൂൺ ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തലയിൽ താരം മാറാൻ നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറും. ഈ ഫ്ലാക്സീഡൊക്കെ നമുക്ക് 1 കിലോയ്ക്കൊക്കെ 200 രൂപയ്ക്ക് കിട്ടും കേട്ടോ. നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഡബിൾ ഇരട്ടി ലാഭത്തിന് കിട്ടും. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് കമൻറ്റ് ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടാണ് വാങ്ങാനുള്ള കേട്ടോ. അതുപോലെ തന്നെ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ കരിഞ്ജീരകം നമുക്ക് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നീർക്കെട്ട് വീഴത്തില്ല. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം, നീർക്കെട്ടും വീഴില്ല, നമുക്ക് തലമുടിക്ക് നല്ല കറുപ്പും കിട്ടും കരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. മുടി നരയ്ക്കാതിരിക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അല്ലെങ്കിൽ 1 സ്പൂണോളം വരുന്ന രീതിയിൽ റോസ്മേരിയുടെ ലീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. റോസ്മേരിയുടെ ലീഫ് നല്ല രീതിയിൽ നമുക്ക് മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി വളരാൻ നല്ലതാണ്. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ തലയിൽ വർദ്ധിക്കാൻ നല്ലതാണ്. ഈ റോസ്മേരിയുടെ ലീഫ് ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ, മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. കൂട്ടത്തിൽ ഞാനിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മുടിക്ക് നല്ല തിളക്കം കിട്ടും, കറുപ്പും കിട്ടും, മുടി കൊഴിച്ചിൽ മാറാൻ നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ മുടിക്കായൊക്കെ വരുന്നുണ്ടെങ്കിൽ ഊർന്ന് പോരാൻ നല്ല കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ. അപ്പോൾ ഈ നിങ്ങൾക്ക് റോസ്മേരിയുടെ ലീഫും കരിഞ്ജീരകവും നമ്മുടെ ഫ്ലാക്സീഡും ഓഫർ പ്രൈസിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, ലിങ്ക് ഇട്ടുതരാവേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു 15 മിനിറ്റ് നേരം വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല രീതിയിൽ ആ ഒരു ഫ്ലാക്സീഡൊക്കെ ഒന്ന് വെന്ത് കുറുകി വരത്തുള്ളൂ. ഇത് നല്ല രീതിയിൽ വെന്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ അരിച്ചെടുത്തോളൂ കേട്ടോ. അത് ജെല്ലിയായി പോവും. അപ്പം നമ്മളത് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് അരിച്ചെടുക്കാൻ താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് ചാടി വരത്തില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അരിച്ചെടുത്തോളേ. ഈ അരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം നല്ല ലൂസ് പരുവത്തിലായിരിക്കും. പക്ഷേ ഇത് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നല്ല ജെല്ലി പരുവത്തിൽ കിട്ടും. ഈ അരിച്ചെടുത്ത ഫ്ലാക്സീഡ് നമ്മുടെ കറിവേപ്പിലയുടെ ഇതൊന്നും കളയണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലെ ചെമ്പരത്തിയുടെ ഒക്കെ ഇല നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 5-6 ചെമ്പരത്തിയുടെ ഇല ചേർത്തിട്ട് താളിയായിട്ട് തല തേക്കുവാണെങ്കിൽ നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാറിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പറഞ്ഞാൽ പൊട്ടിച്ചെടുത്ത് ഒഴിക്കാം. ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. 1 മാസമൊക്കെ ഇരിക്കും ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ല്. നമ്മൾ റോസ്മേരിയുടെ ലീഫ് ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ലിന് നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം വൈറ്റമിനിയുടെ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചെടുത്ത് ഒഴിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നല്ല രീതിയിൽ ജെല്ലി പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞ പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ജെല്ലി ആയി കഴിഞ്ഞാൽ അരിച്ച ചാടി പോരത്തില്ല. അപ്പോൾ അതുപോലെ ഒരു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ നമുക്ക് പൊട്ടിച്ചെടുത്ത് ഒഴിക്കാം കേട്ടോ. വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ നമുക്ക് തലയുടെ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാൻ നല്ല, അതുമാത്രമല്ലാണ്ട് മുടി വളരാനൊക്കെ ആയിട്ട് നല്ല, സ്കിന്നിന് നല്ല വൈറ്റമിൻ. അപ്പം ഇത് പൊട്ടിച്ചെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫേസിൽ അലോവേറ ജെല്ലൊക്കെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കത്തില്ലേ, ആ ഒരു ഇത് കിട്ടും. ആൻറ്റി ഏജിങ് ഫേസ് ക്രീമും നമ്മൾ എങ്ങനെയാണ് ഫേസിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയി വരണോ, ആ ഒരു ഗുണം തന്നെ കിട്ടും കേട്ടോ. അതിങ്ങനെ ജെല്ലുണ്ടാക്കി ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിത് കുളിക്കുന്നതിനൊക്കെ മുൻപ് നമുക്ക് തലയിൽ ഇങ്ങനെ കയ്യിൽ കുറച്ചെടുത്തിട്ട് നിങ്ങൾക്കത് മുടിയിൽ സ്കാൽപ്പിൽ ഇങ്ങനെയൊക്കെ നന്നായിട്ട് മുടിയിലും ഫുള്ളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചുരുണ്ട മുടിയൊക്കെ ഉള്ളവർക്ക് മുടി സ്ട്രൈറ്റ് ആയിട്ട് വളരും. പിന്നെ അത് മാത്രമല്ലാണ്ട് മുടി കൊഴിച്ചിലും മാറും, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പം ഇതുപോലെ നിങ്ങളൊരു ചെറിയ ബോക്സിലോ കുപ്പിയിലോ ആക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളും നമ്മുടെ ഫ്ലാക്സീഡും കരിഞ്ജീരകവും റോസ്മേരി ലീഫൊക്കെ ഓഫർ പ്രൈസിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇട്ടുതരാം. ആ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാങ്ങാനുള്ള എൻ്റെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലിങ്ക് പിൻ ചെയ്തിട്ട് തരാം, വാങ്ങിക്കോട്ടോ, അതിനകത്ത് കയറി വാങ്ങിച്ചോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ 1-2 തുള്ളിയൊക്കെ എടുത്ത് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. മുടിയിലും തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് വളരും കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്ക്, സിമ്പിളല്ലേ, നാച്ചുറലാണ്. ഇതൊക്കെ ഒന്നും സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് വീട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഉണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.